ഈ പെണ്ണ് നേരെ ഇട്ട് വന്നില്ല. ഇടി 5 മണി ഉച്ചക്കല്ലേ പക്ഷെ 5 മണിയാണ്. നീ എന്താടി ക്ലാസ് കട്ട് ചെയ്യാൻ? തലവേദനയായിരുന്നു. ഈ തവണയെങ്കിലും നീ അറ്റൻസിന് കുറഞ്ഞ പരീക്ഷയിലും നീ മാർക്ക് ഫുള്ളില്ലെങ്കിൽ ഇനി ചട്ടുക എടുത്ത് ചൂടാക്കി എന്റെ ചന്തിക്ക് വെക്കും ഞാൻ. വേണ്ടമ്മേ. ഹിന്ദി ഇംഗ്ലീഷ് എടുക്കുക. ഹിന്ദി മതി. വേണ്ട ഇംഗ്ലീഷ് മതി. ഇപ്പൊ ഹിന്ദി എടുക്കും. കാക്ക കാക്ക ഒന്ന് പറഞ്ഞേ. താഴോട്ട് കാ ടു ത. ഗായിക്ക ഗായിക്കങ്ങ ചായച്ച ചായച്ചഞ്ഞ. ഹിന്ദി ലെറ്റേഴ്സ് പറയാൻ പറഞ്ഞു. ഇപ്പം മലയാളം പറയുന്ന ഹിന്ദിയിലെ ലെറ്റേഴ്സ് പറയാനല്ലേ അമ്മ പറഞ്ഞത്? ഒന്ന് പറഞ്ഞേ. ക ക കി കി അതാണോ? ചെരുപ്പിട്ടാണ് നടന്നൂടെ പൊന്നു. ക ഇക്ക ഗ ഇക്കങ്ങ ച ഇച്ച ജ ഇജ്ജഞ്ഞ ത ഇത്ത ദ ഇദ്ദന ദ ഇത്ത ത ഇത്ത ദ ഇത്തന യ ര ല വ ശ സ ഹ ള റ. കഴിഞ്ഞു. പഠിക്കില്ല. ഹാ വരെ ഉള്ളൂ അമ്മേ. റാ ഇല്ല. റായുണ്ട് മായുണ്ട്. മായുണ്ട്. ഞാൻ മാ ഒക്കെ പറഞ്ഞ റാ ഇല്ല ഹിന്ദി ലെറ്ററിൽ. ഹാ വരെ ഉള്ളൂ. അല്ലേ മമ്മി? ഹിന്ദി ലെറ്ററിൽ ഹാ വരെ അല്ലേ ഉള്ളൂ. ഇവിടെ റാ. അമ്മ 2 മണി. നാളെ എനിക്ക് മാരത്തോണ്ട് എക്സാം ഉണ്ട്. ഞാൻ കിടന്നു. ഒരു ഹിന്ദിയിലൊരു പാട്ട് പാടി. कौन है राजा का राजा, कौन है दुनिया का बाजा, यीशु के रसिका नाम को दे रही कमा को दे रही कमा. വേറെ പാട്ട് വേണോ? വേണ്ട, കിടന്നുറങ്ങി. ഇപ്പം രാത്രി അമ്മ കിടന്നെന്ന് തോന്നുന്നു. നമ്മുടെ പലിശയുടെ പൈസ എന്തി അമ്മ നമ്മുടെ പലിശയുടെ പൈസ ഇരിക്കുന്നു. ദാണ്ടിരിക്കുന്നു. ഇത് 1,00,000 രൂപയുണ്ട്. ഇത് കൊണ്ടുപോകും. അയ്യോ, മാരത്തോണിനല്ലല്ലോ പോകുന്നത്. ഡ്രസ്സും വാങ്ങിച്ച സിനിമയും കണ്ട് 1,00,000 രൂപ. ഇനി കിടന്ന് ഉറങ്ങട്ടെ. എക്സാമില്ലതല്ലേ? എക്സാം പോയിട്ട് അതെല്ലാം എടുത്തിട്ട് പഠിച്ച് ഫുൾ മാർക്ക് എടുക്കണം കേട്ടോ. ഇനി ഞാൻ മുടി കെട്ടിത്തരാം. വേണ്ട, ഞാൻ കെട്ടിക്കോളാം. ഞാൻ പിന്നെയാ കിട്ടുന്നത്. പിന്നെ തന്നെയാ, പക്ഷെ ഇങ്ങനെ മുടി ഇങ്ങനെ ഞാൻ ഇങ്ങനല്ലേ കെട്ടിയേക്കുന്നേ. അല്ല, അപ്പിച്ച് വെക്കണം. ഈ മുടിയിൽ എന്തോ സ്ലൈഡ് എടുത്ത് അമ്മ അതൊന്നും കൊള്ളത്തില്ല. ഇങ്ങനെ എനിക്ക് ഫാഷനില്ല. മാർക്കെല്ലാം കുറഞ്ഞതിന്റെ ചട്ടുകം അറിയാലോ. ചന്തി വെച്ച് ചൂടാക്കും. അമ്മ ഷാളൊന്നും ഇടണ്ടല്ലോ. ഞാനല്ല.
അമ്മ ഇല്ലമ്മേ. താടി, ഞാൻ ഒരു മേലത്തെ റൂമിൽ അല്ല വേണ്ട, നീ പോയിട്ട് വാ. വേഗം പോടി. നീ വേഗം പോടി, സമയമെല്ലാം തീർന്നോടി, വേഗം പോടി. ആ ചൂലെടുത്തടുത്ത് ടൈം ടേബിൾ ഫുൾ പൊടിയാ. ആ പെണ്ണ് ഇനി വല്ല കട്ടുകൊണ്ട് പോയിട്ടുണ്ടോ പൈസ? ആർക്കറിയാം. അയ്യോ, എന്റെ പൈസ ഒന്ന് നോക്കട്ടെ. അയ്യോ, പൈസ കാണുന്നില്ല. അപ്പൊ അവൾ അത് തന്നെ. എന്റെ പൈസ കാണുന്നില്ലേ? നല്ല മോതിരം, നല്ല മാല, സ്വർണത്തിന്റെ 1,00,000 രൂപയില്ല. എന്താ അമ്മ? നീ എന്റെ പൈസ ഇട്ടോണ്ട് പോയോടി? ഇല്ലമ്മ. എവിടെ നിന്നാണ് ഈ മോതിരം? അത് വരവമ്മ. എൻ്റെ ബാഗ് പൊട്ടി. സ്കൂളിലും പോകത്തില്ല അവള്. അമ്മ ടീച്ചറടുത്ത് ഞാൻ ചോദിച്ചോ? ഞാൻ പറയാം ഇനി സ്കൂളിൽ പോകണ്ട. അമ്മ, ഞാൻ പൈസ എടുത്ത് കുറെ മാല, സ്വർണത്തിന്റെ ഇനി നീ സ്കൂളിൽ പോകണ്ട, എവിടെയും പോകണ്ട. വീട്ടിൽ ഇരുന്ന് പഠിച്ചാ മതി നീ. അവള് വന്നിരിക്കുന്ന ഇവിടെ ആക്കടി ബാഗ്. ഇനി ബാഗിന് തൊട്ടുകൊണ്ടത്. അമ്മ, എനിക്ക് വീട്ടിൽ ഇരുന്നെങ്കിലും പഠിക്കണം. നീ പഠിക്കണ്ടടി, എന്റെ കൂടെ വീട്ടിൽ ജോലി ചെയ്യാൻ മതി. പന്നതാണ്. 1,00,000 രൂപയല്ലേ പോയുള്ളൂ, അല്ലാതെ അവരുടെ വീടൊന്നും കട്ടോണ്ട് പോയില്ലല്ലോ ആരും. എന്നെപ്പറ്റി കള്ളം പറയുന്നു. എന്നിട്ട് അമ്മേ, ഈ ഫോൺ നീ എടുക്കണ്ട. എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് ഫോണും വേണ്ട, ഒരു സാധനം വേണ്ട. ബാഗ് കൂക്ക് നീ തരാന്ന് പറ. ഞാൻ തന്നേക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നാലും ഞാൻ അതുകൊണ്ട് തരുമോ ബാഗ്? ഞാൻ ആയോണ്ട് തരുക. എന്റെ കൊന്നേ, നീ വീട്ടിലിരുന്ന് പഠിച്ചോ. സ്കൂളിലായിട്ട് നീ ഇനി പോകണ്ട. വെള്ളം ചേറ്റ് ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതുണ്ട്. എൻ്റെ കരണ അടിച്ചു. ആയി ഉണ്ടായിരുന്ന പൈസ ലോണിന് കൊടുക്കാൻ വിചാരിച്ചിട്ട് നിനക്ക് പുതിയ ഡ്രസ്സും കമ്മലും മാലയും എല്ലാം മേടിച്ചു തരാമെന്ന് വിചാരിച്ചേ. അത് നീ സമ്മതിക്കത്തില്ല വേണേ? അയ്യോ, ഇതമ്മ വാങ്ങിച്ചൊന്നും സാധനമല്ലേ, കീർത്തി. വെറുതെ അല്ല നിന്റെ അമ്മയും അച്ഛനും ഇട്ടിട്ട് പോയെ. ശരിക്കും ഞാനും നിന്റെ അച്ഛനും ശരിക്കും ഉള്ളതല്ല. ഈ വീട്ടിൽ ഇനി കാല് കുത്തലുണ്ട്. നീ ചുമ്മാ കളിക്കാൻ വേണ്ടി പറഞ്ഞു. അവൾ വരൂലോ, എനിക്കറിയാലോ അവള്. ഞാൻ നിന്റെ ബാഗ് എടുത്തോണ്ട് പോയാ. നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. ബാഗ്
ഫസ്റ്റ് പറഞ്ഞില്ലേ അടുത്ത പൈസ ടിങ് ടിങ്. എന്താ ആരാ ഞാൻ ഏത് ഞാൻ നിങ്ങളുടെ മോൾ എനിക്ക് പുതിയ കുട്ടികളെല്ലാം കിട്ടി നീ ആര് നിർത്താണ്ട്. ഞാൻ കളഞ്ഞ ബാഗ് നീ എന്തിനാ കൊച്ച എടുത്തേ അല്ല അമ്മ, ഞാൻ മറ്റേ പഴയ നമ്മുടെ പൈസ കെട്ടോണ്ട് പോയത്. പൈസ ഇട്ടോണ്ട് പോയത് അതൊന്നും എനിക്ക് ഇപ്പം വേണ്ട എനിക്ക് 1000 ലക്ഷം കോടി ഉണ്ട് ഇപ്പം നീ അറിയ പോകണ്ടേ എനിക്ക് പുതിയ കുട്ടികളായിരിക്കും ആ ശേഷം നിനക്ക് വന്ന് ഞാൻ എത്ര എന്തില് ആക്കി തരുമായിരുന്നു ഇപ്പം നമ്മൾ ഈ വീട് വിട്ട് പോവാ വേണം നീ നമ്മളോടെ വാ പിന്നെ അവിടെ പണിക്കാരിയായിട്ട് വേണേ ആക്കാം ബാ വേഗം ബാഗിലെടുക്ക് നമ്മൾ പോവാ അമ്മ, നമ്മുടെ പൈസ ഞാനന്ന് വിറ്റില്ലായിരുന്നു. നമ്മുടെ പൈസ അന്ന് തരാൻ അമ്മ സമ്മതിച്ചില്ല ബാഗിനകത്ത്. ഞാൻ പൊയ്ക്കോളാം ഇനി. മോളെ നിക്ക് ബാ. മോളെ ബാ എന്നാ ഞാൻ പൊയ്ക്കോളാം. വേണ്ട ബാ. രണ്ടാം അമ്മ, ഞാൻ പഠിച്ചായിരുന്നു, പക്ഷെ എനിക്ക് ജോലി ഇന്റർവ്യൂ കിട്ടണം. പക്ഷെ എൻ്റെ കാർഡ് ശരിയാക്കാൻ എനിക്ക് പൈസ ഇല്ലായിരുന്നു. ഞാൻ അത്രയും നാൾ ഈ പൈസ ഞാൻ സൂക്ഷിച്ച്. നമ്മളിപ്പോ വേറെ വീട് മാറും അവിടെ കുറെ ഇരുത്തുണ്ട് രണ്ടാമത്തെ പാട്ടിനെ കൊണ്ടുവരണം അമ്മ, നമ്മൾ വീട് മാറാൻ പോകണം അമ്മ. ആ മാറാം ഞങ്ങൾക്ക് ഇനി ആ വീട് പറ്റില്ല ഇത്ര പണക്കാരിയായ ഞാൻ ഇപ്പം നല്ല മഴക്കോലിന്റെ ഈ കാറൊക്കെ നമ്മുടെയാണോ? ആ ഈ കറങ്ങ നമ്മൾ ആ പിന്നെ ഇതാണോ അമ്മ നമ്മൾ ഇനി താമസിക്കാൻ പോകുന്ന വീട്? ആ ഹായ്. കുറേ ടോയ്സ് ഉണ്ട് ഹായ്, കളിപ്പാട്ടം. ഹായ്. ഇനി റൂമിലോട്ട് പോകണം ഏതാ? ഇതാ നമ്മുടെ റൂമ് ഹായ്. ഇവിടെ ഒരു കൊച്ചു കുട്ടിയുണ്ടേ ഇതാണോ അമ്മയുടെ രണ്ടാമത്തെ കുട്ടി? ഈ കാര്യം ഞാൻ അല്ല പോണിച്ചു ഇത് ഏതാ ഈ കുട്ടി? ഇവിടെ എന്തെങ്കിലും ചെയ്തു ഹായ്, ലൈറ്റ്. ഹായ്, ചാടാൻ പറ്റുന്നത്. ഇത് നീ ഇതില് രണ്ടാമതാണ്. ഇതാണോ മോള്? ഇത് അമ്മയുടെ അമ്മ പറഞ്ഞില്ല വേറെ കുഞ്ഞിനെ. ഇതെന്റെ കുഞ്ഞൊന്നുമല്ല നീ ആരാ നമുക്ക് കിടക്കണം ഒന്ന് അങ്ങോട്ട് കിടക്കോ ഹായ്. ഇതെന്താ സംഭവം? അത് പുതിയ ഒരു സംഭവം നിക്ക്. അമ്മ, ഞാൻ ഇത്രയും നാളും അമ്മയ്ക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടപ്പെട്ട റോസാപ്പൂ. താങ്ക് യു മോളെ അമ്മ, ഐ ലവ് യു. I love you too. തീർന്നേ.